السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാന്യരായ നേതാക്കൾ, സുഹൃത്തുക്കൾ, പ്രവർത്തകർ, ശ്രോതാക്കൾ, വളരെ പ്രത്യേകമായ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സമൂഹത്തെയും ചുറ്റുപാടിനെയും കുറിച്ചുള്ള ആലോചനയുള്ള, അതേക്കുറിച്ച് ചിന്തയുള്ള ഒരു തലമുറയെയും ഒരു വിദ്യാർത്ഥി സംഘത്തെയും ഒരു യുവജന സംഘത്തെയും ഒക്കെ രൂപപ്പെടുത്തുകയും അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ആ സംഘങ്ങൾ അവർക്ക് ചുറ്റും രൂപപ്പെടുത്തുന്ന മാനവികതയുടെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ ഒരു ചുറ്റുവട്ടത്തെ ആസ്വദിക്കുകയും അത്തരത്തിലുള്ള പരിശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ച 1926 അനുസ്മരിക്കുകയും ചെയ്യുന്ന വളരെ സന്തോഷകരവും അപ്പോൾ തന്നെ വലിയ ഉത്തരവാദിത്വബോധം നമുക്കകത്ത് നിറയ്ക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷമായ സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കേരള യാത്ര എന്നത് കേരളത്തിൻ്റെ ഒരു ഭൂപടത്തിനകത്ത്, ആ വരയ്ക്കകത്ത് നടത്തുന്ന ഒരു യാത്രയല്ല എന്ന് ഇതിനകം യാത്ര തെളിയിച്ചിട്ടുണ്ട്. കേരള യാത്ര കേരളത്തിലെ ചിന്തയുള്ള, വിവേകമുള്ള, ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്ന ആളുകളെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് ഇന്നും ഇന്നലെയുമുള്ള മാധ്യമങ്ങളെ, സോഷ്യൽ മീഡിയ ഉൾപ്പെടെ നമ്മുടെ സാമൂഹികമായ വായനകൾ നടത്തുന്ന ഓരോരുത്തരെയും നിങ്ങൾ വായിക്കുന്നുണ്ടാകും. എങ്ങനെയാണ് ഒരു കാലത്തെ, ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ തൻ്റെ അകത്തെ മതബോധത്തെയും ധാർമ്മിക ചിന്തയെയും സാമൂഹിക പ്രതിബദ്ധതയെയും ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതിൻ്റെ നേർസാക്ഷ്യമായിട്ടാണ് കേരള യാത്ര സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാത്ര ഭൂപടത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടത്തുന്ന യാത്രയല്ല, അതിനപ്പുറം മനസ്സുകളിലേക്കുള്ള ഒരു യാത്രയാണ്. മനസ്സുകളിലേക്ക് എത്രത്തോളം അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാനാവും എന്നതിൻ്റെ പരീക്ഷണമാണ് കേരള യാത്ര നടത്തുന്നത്. തീർച്ചയായും വളരെ വിജയകരമായ 2 പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഈ പുതിയ കാലത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രമേയവുമായി കേരള യാത്ര കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും, കേരളത്തെ നോക്കിക്കാണുന്ന ഇന്ത്യയിലെയും മറ്റു രാജ്യങ്ങളിലെയും മുഴുവൻ സാമൂഹിക പരിഷ്കർത്താക്കളെയും നിരീക്ഷകരെയും പൊതുജനത്തെയും മാധ്യമങ്ങളെയും ഉണർത്തിക്കൊണ്ട് ഒരു വലിയ സംഗമമായി ഓരോ നാടുകളിലും സംഗമിച്ചു കൊണ്ടിരിക്കുന്നത്. 100 വർഷം പിന്നിടുന്ന സാത്വികമായൊരു സംഘം. 100 വർഷം എന്നത് മാനുഷകുലത്തിൻ്റെ ചരിത്രത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ചെറുതെന്ന് തോന്നുമെങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ സമകാലിക പശ്ചാത്തലങ്ങളോട് ചേർന്നു നിന്ന് നടത്തുന്ന ചർച്ചയോടൊപ്പം നമ്മൾ വായിക്കുമ്പോൾ 100 വർഷം അത്ര ചെറുതല്ല എന്ന് നമുക്ക് ബോധ്യം വരും. 70 പിന്നിടുന്ന ഒരു സംസ്ഥാനത്ത് നിന്നാണ് നമ്മളിങ്ങനെ 100 വർഷത്തിൻ്റെ ഒരു ചരിത്രം പറയുന്നത്. 79 വർഷം പിന്നിടുന്ന ഒരു സ്വതന്ത്ര രാജ്യത്തിൽ നിന്നാണ് നമ്മൾ 100 വർഷത്തിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ 70 വർഷം പിന്നിടുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ സ്വപ്നങ്ങളും ആ സംസ്ഥാനത്തെ ജനങ്ങൾ മുന്നോട്ട് വെച്ച മാനവികതയുടെയും പുരോഗതിയുടെയും ആ ജനങ്ങൾ മുന്നോട്ട് വെച്ച നമ്മൾ ഒരു പക്ഷേ പറയുന്ന കേരള മോഡൽ എന്ന് നമ്മൾ പറയുന്ന നമ്മൾ തമ്മിലുള്ള ഈ ചേർന്നു നിൽപ്പിൻ്റെയൊക്കെ, നമ്മളുടെ മുന്നോട്ട് പോക്കിൻ്റെയൊക്കെ മുഴുവൻ അടിസ്ഥാനങ്ങളെയും പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വതന്ത്ര ഭാരതം, ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള നമ്മുടെ മുന്നോട്ട് പോക്കിനെ പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം ഈ 100 വർഷത്തെ സ്വാത്വികമായ ജീവിതങ്ങളുടെ ചരിത്രം, അവർ ചാർത്തിയ കയ്യൊപ്പിനെ വിസ്മരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. അല്ലെങ്കിലും തന്നെ സാമൂഹികമായ ഏത് മുന്നേറ്റത്തെയും, ഏത് പ്രഖ്യാപനങ്ങളെയും, ഏത് തരത്തിലുള്ള പുരോഗതിയെയും അടയാളപ്പെടുത്തുന്നത് മനസ്സുകളിൽ സൃഷ്ടിക്കുന്ന ആന്തോളനങ്ങളാണ്, മനസ്സുകൾക്കകത്തുണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. പുറത്ത് മോടിയായി നാം കാണുന്ന, പുറമോടി പോലെ നാം ആസ്വദിക്കുന്ന വലിയ വർണ്ണശബളിമകൾക്കപ്പുറത്ത് അകമേ അതിനുമകമേ നമ്മൾ പരസ്പരം എത്ര പങ്കുവെപ്പാൻ തയ്യാറുണ്ട്.
നമ്മൾ പരസ്പരം എത്ര കൊടുക്കാൻ തയ്യാറാണ്? ഇങ്ങോട്ട് 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 എന്ന നമ്മുടെ പൊതുവായ മാനുഷികമായ സ്വാഭാവികമായ ആലോചനക്കപ്പുറത്ത് അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് ഞാൻ മനുഷ്യൻ എന്ന വാക്കിനെ അർത്ഥപൂർണമാക്കുന്നത് എന്ന് ചിന്തിക്കുമാറ് എൻ്റെ, നിങ്ങളുടെ, നമ്മുടെ ചുറ്റുവട്ടത്തെ ഓരോരുത്തരുടെയും മനസ്സുകളെ മാറ്റുക. അതിന് അനൽപമായ അധ്വാനമുണ്ട്. അത് പ്രഖ്യാപനങ്ങൾ കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല. അത് അത്ര എളുപ്പം ഒരു പ്രസ്താവന ഇറക്കിക്കൊണ്ടോ ഒരു സമ്മേളനം നടത്തിക്കൊണ്ടോ സാധ്യമാക്കാവുന്ന ഒന്നല്ല. മറിച്ച് അതിസൂക്ഷ്മമായി ഗ്രാസ് റൂട്ട് ലെവലിൽ ആളുകളെ പോയി കാണുകയും അവരോട് സംസാരിക്കുകയും അവരെ സ്വാധീനിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയൊരു സോഷ്യൽ ഇൻഫ്ലുവൻസായി ഈ പണ്ഡിത സമൂഹം മാറിയതിൻ്റെ ദൃഷ്ടാന്തമാണ് നമ്മൾ വായിച്ചെടുക്കുന്നത്. ഒരു സമ്മർദ്ദ വലയത്തെ അവർ രൂപപ്പെടുത്തി. പരസ്പരം നമ്മൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പരസ്പരം നമ്മൾ ഈ പങ്കുവെപ്പിൻ്റെ ചരിത്രത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഓർമ്മകളുടെ തിരതല്ലലിൻ്റെ 100 വർഷമാണ് നമ്മളിവിടെ ആചരിക്കുന്നത്. ആ 100 വർഷത്തെ ഓർമ്മിപ്പിക്കുമാറാണ് കേരള മുസ്ലിം ജമാഅത്തിന് കീഴിൽ കേരള യാത്ര ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ഈ ഓർമ്മ ഏറ്റവും വലിയ സമരായുധമാണ്. ആ ഓർമ്മയെ തന്നെ സമരായുധമായി പ്രയോഗിക്കുകയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ ഈ ഓർമ്മകളെ അടുക്കി വെക്കുകയും ചിട്ടപ്പെടുത്തുകയും അതിനെ വ്യാഖ്യാനിക്കുകയും അതിനെ വേണ്ട വിധം രൂപപ്പെടുത്തുകയും ചെയ്തിട്ടില്ല എങ്കിൽ ഓർമ്മകൾ അത് മറ്റു വഴിയേ പോകും. നമ്മൾ എന്തിനാണോ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചത് അതിനപ്പുറം അത് സ്വച്ഛപരമായ തൻ്റെ സ്വാർത്ഥതയ്ക്ക് ആവശ്യമായ ഒരു ഉൽപ്പന്നമായി മനുഷ്യർ രൂപപ്പെടുത്തി കളയും. ഓർമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓർമ്മ ഒരു വലിയ കെണിയാണ്. അത് ഓരോരുത്തരും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കും. അങ്ങനെ ആളുകൾ പറയും ഞങ്ങളായിരുന്നു ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നത്, ഞങ്ങളുടേതായിരുന്നു ഈ നാട്, ഞങ്ങളായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകൾ, എനിക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് ഓർമ്മയെടുത്ത് പറയും. അങ്ങനെ ഓർമ്മ ആളുകൾ സ്വാഭാവികമായ പ്രസൻറ്റിന്, കാലികത്തിന് അതിനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഓർമ്മയെ ഇങ്ങനെ മാറ്റിയും മറിച്ചും അതിനെ ആൾട്ടർ ചെയ്ത് അതിനെ റീഫിറ്റ് ചെയ്ത് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അതൊരു ആഗോളപരമായ പ്രതിഭാസമാണ്. അങ്ങനെയാവുമ്പോൾ ഈ ഓർമ്മകളെ വ്യാഖ്യാനിക്കപ്പെടണം. ഓർമ്മകളെ യഥാവിധി അതിൻ്റെ പുനരുൽപാദനത്തിന് പറ്റും വിധം അതിനെ പ്രയോഗവൽക്കരിക്കണം. ആ പ്രയോഗവൽക്കരണമാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങളും ആലോചനകളും ചരിത്രപരമായ പങ്കുവെപ്പുകളും. മെമ്മറി ഈസ് നെയർ ബ്യൂട്ടിഫുൾ ആൻഡ് പ്യുവർ എന്ന് പറഞ്ഞത് മരിയോ വർഗാസ് യോസയാണ്. യോസ നോബൽ സമ്മാന ജേതാവാണ്. യോസ ഇത് പറയുന്നത് ആഗോളപരമായ ചരിത്രത്തെ ചേർത്തുകൊണ്ടാണ്. അദ്ദേഹം പറയുന്നത് ഓർമ്മ അങ്ങനത്തെ ഒരു കെണിയാണ്. അത് വളരെ നിഷ്കളങ്കമായി, നിഷ്കപടമെന്ന് തോന്നും വിധം നമ്മെ അത് രൂപപ്പെടുത്തി കളയും. ആളുകൾ അതിനെ അവരവർക്ക് പറ്റും വിധം വ്യാഖ്യാനിച്ച് കളയും. അതുകൊണ്ട് എന്തു വേണം? ഈ ഓർമ്മയെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും അതിനെ സമരായുധമാക്കുകയും വേണം. എന്തിനാണ് നമുക്കൊരു സമരായുധം ആവശ്യമുള്ളത്? അത് ഏറ്റവും പ്രയാസകരമായ പ്രതിസന്ധികളോട്, അതിൻ്റെ സാമൂഹികമായ യഥാവിധി ഉണ്ടാകുന്ന പ്രശ്നങ്ങളോട്, അതിനോട് പലപ്പോഴും കിടപിടിക്കുന്നതിന്, അതിനോട് സംവദിക്കുന്നതിന് നമുക്ക് ഈ ഓർമ്മ ആവശ്യമായി വരും. സാധ്യമല്ല എന്ന ആളുകൾ പറഞ്ഞു കളയും. അങ്ങനെ ഒന്നിച്ചു പോവാൻ കഴിയില്ല എന്ന ആളുകൾ പറഞ്ഞു കളയും. ചിലർ പറയും ഇനി ഇങ്ങനെ പോയാൽ അല്പകാലം കൊണ്ട് ഈ സമൂഹം നമ്മളെ അതിജയിച്ചു കളയും, അവരുടെ ജനസംഖ്യ വർദ്ധിച്ചു കളയും, അങ്ങനെ വർദ്ധിച്ചൊരു ജനസംഖ്യ നമ്മെ കീഴ്പ്പെടുത്തും പോലെയുള്ള പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ നമ്മൾ ചരിത്രത്തെ ചേർത്ത് വെക്കേണ്ടി വരും. പോസിബിളാണ്, സാധ്യമാണ്. ഏത് അസാധ്യമെന്ന് തോന്നിയ സമയങ്ങളിലും, എത്ര അസാധ്യമെന്ന് തോന്നിയ ചരിത്രപരമായ സന്ധികളിലും ഇനി മനുഷ്യത്വപരമായി പുഞ്ചിരിയോടെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അങ്ങനെയുള്ള എല്ലാവരെയും നിഷ്കാസനം ചെയ്യുന്ന ഭരണകൂടമാണുള്ളത് എന്ന് തോന്നിയ സമയങ്ങളിലെല്ലാം, ചരിത്രങ്ങളിൽ അത്തരം സമയങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല. ഒട്ടനവധി അത്തരം സമയങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. ആ സമയങ്ങളെ ആർക്കാണ് ഓർമ്മയുള്ളത്? ആ തീക്ഷ്ണാനുഭവങ്ങളെ ആർക്കാണ് ഓർമ്മയുള്ളത്? അത് ഓർമ്മയുള്ളവരാണ് പ്രവാചകന്മാർ. ആ ഓർമ്മയെ പങ്കുവെക്കുന്നവരാണ് പണ്ഡിതന്മാർ. ആ ഓർമ്മയെ ചരിത്രത്തിലൂടെ സംവേദനം ചെയ്യുന്നവരാണ് ഈ ഉലമ ആക്ടിവിസത്തിന് ഇവിടെ രൂപം കൊടുക്കുന്നത്. അവരുടെ മുന്നിൽ പ്രതിസന്ധികൾ പൂമാലകൾ പോലെയാകും.
കാരണം ഈ പ്രതിസന്ധികൾ എന്ന് നിങ്ങൾ പറയുന്ന ഈ വർഗീയതയുടെയും ഈ പ്രശ്നങ്ങളുടെയും ഈ മാറ്റി നിർത്തലിൻ്റെയും ഈ മാർക്കറ്റിൻ്റെയും ഒക്കെ ഈ തിരതള്ളലിനകത്ത് നമുക്കിനി പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാവുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അല്ല, ഇതിനേക്കാൾ പ്രതിസന്ധി ഉണ്ടായിരുന്നു, ഇതിനേക്കാൾ പ്രയാസം ഉണ്ടായിരുന്നു. അന്ന് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനെയും കശാപ്പ് ചെയ്ത് കളഞ്ഞിരുന്നു. ഇനി ഒരു ആൺകുട്ടിയും ജനിക്കേണ്ടതില്ല എന്ന് തീർപ്പ് കൽപ്പിച്ചിരുന്നു. ഇനി ആരും മുന്നോട്ട് പോവേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നു. നന്മ പറയുന്ന ആരെയും എടുത്തു നിർത്തി അതേ പ്രകാരം ഛേദിച്ച് രണ്ടാക്കി കളഞ്ഞിരുന്നു. അങ്ങനെ എത്ര പേർ ആണിതറച്ച് കൊന്നുകളഞ്ഞിരുന്നു. അങ്ങനെ കൊന്നുകളഞ്ഞിട്ടും സത്യം മങ്ങിപ്പോയിട്ടില്ല. എന്നിട്ടും മനുഷ്യത്വം അവസാനിച്ചിട്ടില്ല. എന്നിട്ടും സ്നേഹം അത് കടന്നുപോയിട്ടില്ല. സ്നേഹം വർദ്ധിച്ചു വന്നിട്ടേയുള്ളൂ. അപ്പോഴും ഈ ആണിയടിക്കുന്ന കാലത്തും ഈ ഛേദിക്കലിൻ്റെ കാലത്തും ഈ തീയിലെറിയുന്ന കാലത്തും അന്നും അക്കാലത്തെ പരിഷ്കർത്താക്കൾ, അക്കാലത്തെ സാമൂഹ്യ സമുദ്ധാരകർ പറഞ്ഞു, കാത്തിരിക്കൂ, നിങ്ങൾക്കകത്തെ ഈ നന്മയുടെ വെളിച്ചത്തെ കെടാതെ സൂക്ഷിച്ചു വെക്കൂ. അവസരം വരും. പുഞ്ചിരിയെ സൂക്ഷിച്ചു വെക്കൂ. നിങ്ങൾക്കകത്തെ ഈ നൈർമല്യത്തെ സൂക്ഷിച്ചു വെക്കൂ. നിങ്ങൾ പരസ്പരം ഇനിയും അകലേണ്ടതില്ല, ഇനിയൊരു രക്ഷയുമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ കലാപക്കൊടി നാട്ടേണ്ടതില്ല. എല്ലാം തീർന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ യുദ്ധത്തിനിറങ്ങേണ്ടതില്ല. നിങ്ങൾ പൊരുതിയെ മതിയാകൂ എന്ന് വിചാരിച്ച് വല്ലാത്ത പൊരുതലുകളിലേക്ക് പോവേണ്ടതില്ല. അകത്തെ വെളിച്ചത്തെ സൂക്ഷിക്കൂ. ഇതറിയുന്നവർ, ആ ചരിത്രങ്ങളുടെ ആ അനുഭവങ്ങളെ അറിയുന്നവർ, അവരാണ് പണ്ഡിതന്മാർ. അവർ ആ ചരിത്രങ്ങളെ ചേർത്ത് വെച്ച് പറയും, നിങ്ങൾ ഇനിയും പുറകോട്ട് പോവേണ്ടതില്ല, നിങ്ങൾ ഈ ഒച്ചപ്പാടുകൾ കണ്ട് വ്യസനിക്കേണ്ടതില്ല, അകത്തെ വെളിച്ചത്തെ സൂക്ഷിക്കൂ. ഒറ്റയ്ക്കായി പോയാലും നമ്മൾ മുന്നോട്ട് തന്നെ പോകും. അങ്ങനെ ഒറ്റക്കായാലും മുന്നോട്ട് പോകുമെന്ന് ചരിത്രപരമായ പ്രഖ്യാപനം നടത്തിയവരോട് ചേർന്നാണ് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന് കീഴിലെ ഈ സംഘടനാ പ്രസ്ഥാനങ്ങളും എല്ലാം ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരോടും ഏത് പ്രതിസന്ധിയുടെ കാലത്തും ചേർന്ന് നിന്നത്. എത്ര പ്രതിസന്ധിയുടെ കാലത്തും, എത്ര ഒറ്റപ്പെടുത്തലിൻ്റെ കാലത്തും, എത്ര രൂക്ഷമായ നോട്ടങ്ങളുടെ കാലത്തും, അക്കാലത്തും മനുഷ്യർക്കൊപ്പം ചേർന്നു നിന്ന് അപ്പോഴും സത്യം മാത്രം പറഞ്ഞ് അപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരുന്ന് അപ്പോഴും അപരർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന് അപ്പോഴും അസുഖക്കാരനായ നാട്ടുകാരനെ ഓർത്ത് അയാൾക്ക് വേണ്ടി ചൊല്ലിക്കൊണ്ടിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് അയാൾക്ക് വേണ്ടി പിരിവെടുത്തുകൊണ്ടിരുന്ന് അയാൾക്ക് വേണ്ടി സംഘങ്ങളെ രൂപപ്പെടുത്തിക്കൊണ്ടിരുന്ന് അവശരെ പ്രയാസപ്പെടുന്നവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന് നിങ്ങൾ ഈ പറഞ്ഞ സിദ്ധാന്തങ്ങൾക്കൊക്കെ അപ്പുറത്ത്, നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏത് രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യൻ എന്നൊന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് പാവപ്പെട്ടവനുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് വിശപ്പ് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് നോക്കൂ. അതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തെ നിർവഹിക്കൂ. അങ്ങനെ നിർവഹിക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും ഒറ്റയ്ക്കായേക്കാം. നിങ്ങൾക്ക് നേരെ എല്ലാ വെളിച്ചത്തിൻ്റെ വാതിലുകളും കൊട്ടിയടച്ചേക്കാം. അങ്ങനെ ഏത് വെളിച്ചത്തിൻ്റെ വാതിൽ കൊട്ടിയടച്ച് കളഞ്ഞാലും, എല്ലാ വെളിച്ചവും നിങ്ങൾക്ക് മുന്നിൽ നിന്ന് മറച്ചു പിടിച്ചാലും അപ്പോഴും കാത്തിരിക്കുക. വെളിച്ചം വീണ്ടും പുലരും. ഈ രാത്രികൾ പുലരാതിരിക്കില്ല എന്ന സന്ദേശം നമുക്ക് കൈമാറിയതാരാണ്? ആ സന്ദേശ കൈമാറ്റത്തിൻ്റെ സഹസ്രാബ്ദങ്ങളുടെ കൂടി ആഘോഷമാണ് ഈ 100 വർഷം. ഇത് വെറും ഒരു നൂറ്റാണ്ടിൻ്റെ ആഘോഷമല്ല, ഇത് സഹസ്രാബ്ദങ്ങളുടെ കൂടി ആഘോഷമാണ്. ഈ ആഘോഷം നമുക്കകത്ത് നിറയ്ക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാഗ്രതയുടെ സന്ദേശമാണ്. ഇത് നമുക്കകത്ത് നിറയ്ക്കുന്നത് ഇനിയും മുന്നോട്ട് പോകാനാവുമെന്ന പ്രതീക്ഷയുടെ സന്ദേശമാണ്. ടാഗോർ പറയുന്നുണ്ട് ചരിത്രത്തിലെ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളെയെല്ലാം കണ്ടപ്പോഴും എങ്ങനെയാണ് ഒറ്റക്കായപ്പോഴും പരിഷ്കർത്താക്കൾ മുഴുവൻ മുന്നോട്ട് പോയത് എന്ന്, ഒറ്റക്കായപ്പോഴും എങ്ങനെ മുന്നോട്ട് പോയി എന്ന് എക്ല ചലോരെ എന്ന ടാഗോറിൻ്റെ കവിതയ്ക്കകത്ത് ടാഗോർ പറയും. ഇഫ് ദേ ഷട്ട് ദ ഡോർസ് ഓഫ് ലൈറ്റ് ഫ്രം യു ആൻഡ് ദേ ഡോണ്ട് അലോ യു ടു സീ, ഒന്നും കാണാൻ അനുവദിക്കാതെ നിങ്ങൾക്ക് മുന്നിൽ ഈ പ്രകാശത്തിൻ്റെ വാതിലുകൾ അവർ കൊട്ടിയടച്ചാൽ നിങ്ങൾ എന്തു ചെയ്യണം? യു ബേൺ യുവർ ഇന്നർ ലൈറ്റ്. നിങ്ങൾക്കകത്തെ പ്രകാശത്തെ ജ്വലിപ്പിക്കൂ. അത് ആർക്കും തടയാനാവില്ല. നിങ്ങൾക്കകത്തെ പുഞ്ചിരിയെ ആർക്ക് നിഷേധിക്കാനാകും? നിങ്ങളോട് ഏത് വർഗീയതയുടെ പ്രത്യയശാസ്ത്രം പറയുന്നയാൾക്കും നിങ്ങൾക്കകത്തെ പ്രകാശത്തെ കെടുത്താനാവില്ല. അയാൾക്കൊരു പക്ഷേ നിങ്ങളുടെ റേഷൻ നിഷേധിക്കാനാവും. അയാൾക്കൊരു പക്ഷേ നിങ്ങളോട് അല്ലാത്ത സന്ദേശങ്ങൾ കൈമാറാനാകും. അപ്പോഴും നിങ്ങൾക്കകത്തെ പ്രകാശം,
അത് നിങ്ങൾക്കകത്തെ പ്രകാശമാണ്. ആ പ്രകാശത്തെ സൂക്ഷിച്ചു വെക്കുക എന്ന് പറഞ്ഞ ടാഗോറിൻ്റെ വരികൾ പോലെ നമ്മുടെ അടുത്തേക്ക് ഒരു കേരള യാത്ര നയിച്ചുകൊണ്ട് ഒരു സ്വാത്വികനായ പണ്ഡിതൻ വരികയാണ്. എത്ര കാലമായി എന്തെല്ലാം പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു, എന്തെല്ലാം മാനുഷിക പ്രതിസന്ധികളെ നേരിൽ കണ്ടു, എന്തെല്ലാം പ്രയാസങ്ങളുടെ കാലങ്ങളിലൂടെ ഈ സമൂഹത്തെയും സമുദായത്തെയും നയിച്ചു, എന്തെല്ലാം പ്രതിസന്ധികളുടെ, എന്തെല്ലാം ദാരിദ്ര്യത്തിലൂടെ, എന്തെല്ലാം ഭരണപരമായ പ്രതിസന്ധികളിലൂടെ ഈ 100 വർഷത്തെ സമസ്തയുടെ ചരിത്രത്തെ കണ്ട് ആ ചരിത്രത്തോട് ചേർന്ന് നിന്ന വലിയ ഉന്നതരായ മഹാരഥന്മാരായ ജീവിതങ്ങളെ വളരെ നിഷ്കളങ്കമായ, വളരെ നിഷ്കപടമായ പുഞ്ചിരി ചിരിക്കാൻ അറിയുന്ന ആ മഹാനുഭന്മാരെ കണ്ട് അവരെ പകർത്തി അവരുടെ ഒരു നിഴലെന്നോണം ജീവിച്ച് നമുക്ക് മുന്നിലൂടെ ഒറ്റയ്ക്കായാലും ഞാനുണ്ടാകും എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് വന്ന ഒരു മഹാമനീഷിയാണ് ഒരു യാത്രയായി ഈ കേരളത്തിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ഇത് ഭൂപടത്തിലൂടെയുള്ള യാത്രയല്ല, ഇത് ഭൂപടത്തിലൂടെയുള്ള യാത്രയല്ല. അതുകൊണ്ട് ഇത് ഹൃദയങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ളതും ആ പ്രമേയങ്ങളെയാണ്. ഇനിയും പ്രതീക്ഷയുണ്ട് എന്നതിൻ്റെ നിരാശയുടെ സംസാരങ്ങളില്ല, ഏറ്റെടുപ്പിൻ്റെ സംസാരങ്ങളാണ്. ഏറ്റെടുപ്പിൻ്റെ സംസാരങ്ങൾ. നിഷേധിച്ചവരെയും ഏറ്റെടുക്കുക, ഒഴിവാക്കിയവരെയും ഏറ്റെടുക്കുക, ഇനി ഞങ്ങൾ നിങ്ങളോടൊപ്പം ഇല്ല എന്ന് പറഞ്ഞവരെയും ഏറ്റെടുക്കുക. നിങ്ങളെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നില്ല, നിങ്ങൾ എത്ര മാറി നിന്നാലും നിങ്ങളിൽ ഞങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. നിങ്ങളും മാറും, നിങ്ങളും കടന്നു വരും. അല്ലാതെ എങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാവും? പങ്കുവെക്കാതെ ഈ സമൂഹത്തിന് മുന്നോട്ട് പോകാനാവുമോ? പങ്കുവെക്കാതെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാനാകുമോ? പുഞ്ചിരിക്കാതെ നിങ്ങൾക്ക് എത്ര കാലം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നടക്കാനാകും? എത്ര കാലം നിങ്ങൾ ഈ കൂർത്ത മുഖവുമായി, ഈ മുള്ളുമായി മുന്നോട്ട് പോകും? സാധ്യമല്ലാതെ നിങ്ങളും പുഞ്ചിരിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളെയും ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് ഓരോരുത്തരെയും ഏറ്റെടുക്കുകയായിരുന്നു നമ്മൾ. ആ ഏറ്റെടുപ്പിനെയാണ് മനുഷ്യർക്കൊപ്പം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. നമ്മളെന്നും മനുഷ്യർക്കൊപ്പം ഒപ്പം നിൽക്കുക എന്നതിനെ നമ്മൾ സാധിപ്പിച്ചെടുക്കുകയായിരുന്നു. ഒപ്പം നിൽക്കുക എന്നതിനെ നേരത്തെ സൂചിപ്പിച്ച ചരിത്രത്തിൽ മുഴുവനുമുള്ള ആ ഒപ്പം നിൽക്കലുണ്ടല്ലോ, അതിനെയായിരുന്നു നമ്മൾ സാധിപ്പിക്കാൻ ശ്രമിച്ചത്. അത് അസാധ്യമല്ല എന്നായിരുന്നു നമ്മൾ തെളിയിച്ചത്. ചോദിക്കും ചിലർ, നിങ്ങൾ മേലെയാണോ താഴെയാണോ? ഇപ്പോൾ ഏതു സമുദായമാണ് മുകളിൽ? ആരാണ് മേലെ? നാളെ ആരാണ് അതിജയിക്കാൻ പോകുന്നത്? ഈ ചോദ്യങ്ങൾക്കപ്പുറത്ത് കുറെ കൂടി സുന്ദരമായ ഒരു ചോദ്യം ചോദിച്ചു നോക്കൂ. ഒപ്പമുള്ളത് ആരാണ്? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒപ്പം നിന്നുകൂടാ? എന്തുകൊണ്ട് ഒപ്പം തന്നെ നിന്ന് മുന്നോട്ട് പോയിക്കൂടാ? മേലെയെത്തുന്നോ എന്ന ആലോചനയ്ക്ക് പകരം, ഞങ്ങളെ കീഴ്പ്പെടുത്തി കളയുമോ എന്ന ആലോചനയ്ക്ക് പകരം, നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും ഞങ്ങൾ ഒപ്പം നിൽക്കും എന്ന് പറഞ്ഞാൽ ആർക്കും നമ്മെ തടയാനാവില്ല. അതുകൊണ്ട് നമ്മൾ ഒപ്പമാണ് നിന്നത്. ഒപ്പം, എല്ലാ മനുഷ്യരോടും ഒപ്പം. പ്രയാസപ്പെടുന്നവരോട് പ്രത്യേകമായ ഒരൊപ്പം നിൽക്കലുണ്ട്. കാരണം അവർ മാർജിനലൈസ്ഡ് ആണ്. അവരെ ആരോ മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. വിഭവങ്ങളുടെ വിതരണത്തിൽ അവർ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടാകാം. അവസരങ്ങളുടെ സമത്വത്തിൽ അവർ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം. അതുകൊണ്ട് ഒപ്പം എന്ന പ്രമേയം ഉയർത്തുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നത് ഈ പാവങ്ങളെയാണ്, ഈ അവശരെയാണ്, ഈ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നവരെയാണ്. അവർ ഓരോരുത്തരെയും ചേർത്ത് നിൽക്കുക, ഒപ്പമുള്ള ഈ സഞ്ചാരത്തെ സാധ്യമാക്കുക. അങ്ങനെ സാധ്യമാക്കുന്നതിനെ തന്നെയാണ്, ഈ സാമൂഹികമായ പ്രവർത്തനത്തെ തന്നെയാണ് നമ്മൾ മതപരമായ ആലോചനയിലും കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന് മനുഷ്യർക്കൊപ്പം എന്നൊരു പ്രമേയം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് പ്രത്യേകിച്ച് വിശദീകരിക്കപ്പെടേണ്ടി വരുന്നില്ല. അതിനുവേണ്ടി വേറെ ഒരു കുപ്പായം എടുത്തണിയേണ്ടി വരുന്നില്ല. അതിനുവേണ്ടി മറ്റൊരു പതാക ഉയർത്തേണ്ടി വരുന്നില്ല. ഈ 100 വർഷവും പിടിച്ച പതാക, ഈ 50 വർഷവും ഈ 70 വർഷവും പിടിച്ച പതാക, ആ പതാക തന്നെ മതിയാകുന്നുണ്ട് നമുക്ക്. കാരണം ആ പതാകയ്ക്കകത്തുള്ളത് മനുഷ്യർക്കൊപ്പം എന്നത് തന്നെയായിരുന്നു. അത് തന്നെയാണ് നമ്മുടെ മതബോധം. അതുകൊണ്ട് തന്നെ നമ്മുടെ മതം, നമ്മുടെ ആ വിശ്വാസം, നമ്മുടെ ആത്മീയത, നമുക്കകത്തെ ഈ ബോധങ്ങളെല്ലാം അത് അതിൻ്റെ താഴെ നിലവാരത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു പോകുന്നത് എത്ര നിങ്ങൾ ചേർന്നു നിൽക്കുന്നു എന്നതിനനുസരിച്ച് തന്നെയാവുന്നു. എത്ര നിങ്ങൾക്ക് ചേർത്തു നിർത്താനാവുന്നു. മതത്തെ ഒരാലോചനാപരമായി മതത്തെ ഏറ്റെടുക്കുകയും മതത്തെ തൻ്റെ മനസ്സിനോട് ആവാഹിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റെടുപ്പ് ആരംഭിച്ചു തുടങ്ങും. അങ്ങനെ ആരെയും ഏറ്റെടുക്കാത്തയാൾ, മാറ്റി നിർത്തുന്നയാൾ, അയാൾക്കകത്ത് മതം വെറും ഒരു അലങ്കാരം മാത്രമായിരിക്കും. അയാൾക്ക് മതം വെറും ഒരു തമാശയായിരിക്കും. അതുകൊണ്ടല്ലേ ഉപേക്ഷ വേണ്ട, അയാളെ നോക്കേണ്ടതില്ല, അവർ പോകട്ടെ, നമുക്കിങ്ങനെ നേരെ പോകാം എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉപേക്ഷിക്കുന്നവർ. അങ്ങനെ ഉപേക്ഷിക്കുന്നവർക്ക് എന്ത് മതമാണുള്ളത്?
മതം എന്നത് ചേർത്ത് നിർത്തലിൻ്റെതാണ്. മതം എന്നത് വീണുപോഴവനെ കൈപിടിക്കുന്നതിൻ്റെതാണ്. അത് പാവപ്പെട്ടവന് ഭക്ഷണം നൽകുക എന്നതിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല. മറിച്ച് പാവപ്പെട്ടവന് തന്നാലാവും വിധം ഭക്ഷണം കൊടുത്ത് എനിക്ക് 5 പേരെ നോക്കാനേ ആവൂ, അത് ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് വീട്ടിലിരുന്നാലും മതിയാവില്ല. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. ഇനിയും ഒട്ടേറെ പാവങ്ങളുണ്ട്. ആ പാവങ്ങൾക്ക് മുഴുവൻ വേണം ഭക്ഷണം. അവർക്ക് മുഴുവൻ ആര് ഭക്ഷണം കൊടുക്കും? അതാലോചിച്ച് വേപതുകൊണ്ട് ആധിയിലായി നടക്കുക. അതിനുവേണ്ടി പ്രേരണ നൽകിക്കൊണ്ട് നാടുകൾ മുഴുവൻ ചുറ്റിക്കറങ്ങുക. അങ്ങനെ ചെയ്യുന്നവനാണ് ഒരു വിശ്വാസിയാകുന്നത്. ആ പ്രയത്നങ്ങളാണ് നമ്മൾ സംഘടനാപരമായി ഏറ്റെടുത്ത മുഴുവൻ പ്രയത്നങ്ങളും. അതുകൊണ്ട് നമുക്കാവുന്നത് ചെയ്ത് വീട്ടിലിരിക്കാൻ നമ്മൾ തയ്യാറായില്ല. അതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങി നടന്നു. നമ്മുടെ ഉലമാ നമ്മെ ആ വഴികൾ കാണിച്ചു തന്നു. നിങ്ങൾക്ക് അങ്ങനെ വീട്ടിലിരിക്കാനാവില്ല. നിങ്ങൾക്കകത്ത മതം വെറും ഒരു അലങ്കാരവും വെറും ഒരു തമാശയും അല്ലാതിരിക്കുന്നിടത്തോളം കാലം, അത് നിങ്ങൾക്കകത്തെ ആത്മീയമായ ഒരു അനുഭൂതിയാവുന്നിടത്തോളം കാലം നിങ്ങളിങ്ങനെ പ്രേരണ നൽകിക്കൊണ്ട് നടന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഇനിയും സാമ്രാജ്യങ്ങൾ തേടിപ്പോകും. നിങ്ങൾക്ക് മുന്നിൽ അപ്പോൾ ഭൂപടത്തിൻ്റെ അതിരുകൾ മാഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് ഭാഷയുടെ ഭേദങ്ങൾ ഇല്ലാതെയാകും. നിങ്ങൾക്ക് മലയാളം അവസാനിക്കുന്നിടത്ത് നിങ്ങളുടെ പ്രേരണ അവസാനിപ്പിക്കാനാവില്ല. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ എന്ന് മതത്തെ കളവാക്കാതെ മതത്തെ ഒരു ആത്മീയാനുഭൂതിയായി ഏറ്റെടുക്കുന്ന ഒരാളുടെ പ്രാരംഭ ലക്ഷണമായി പറയുമ്പോൾ നമ്മൾ അതിരുകൾ ഭേദിച്ച് ഈ സംഘം ചലിച്ചു. നമ്മൾ ഇനിയും മുന്നോട്ട് പോയി. നമ്മൾ മനുഷ്യരോട് ചേർന്നു നിന്നു. ഇന്നും ഇന്ത്യയിൽ എത്ര കോടി മനുഷ്യർക്ക് ഭക്ഷണമില്ല. ഈ ഭക്ഷണത്തെക്കുറിച്ചുള്ള പ്രേരണ, ഈ ആലോചന, അത് നമ്മെ വിഷണ്ണരാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പ്രമേയമിടുന്നത് മനുഷ്യർക്കൊപ്പം. എത്ര കാലമായി നമ്മളിത് പറയാൻ തുടങ്ങിയിട്ട്? എത്ര കാലമായി നമ്മുടെ ഭാരതം ഈ 79 വർഷം പിന്നിട്ടിട്ടും നമുക്ക് ഈ കപ്പടാമക്കാൻ തീർപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഭക്ഷണവും വസ്ത്രവും പോലും നമുക്ക് തീർപ്പാക്കാനായിട്ടില്ല. നമ്മൾ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്നത് അടിസ്ഥാനപരമായ ഭക്ഷണത്തിന്, ആരോഗ്യത്തെ ഒരുവിധം നിലനിർത്താനുള്ള ഭക്ഷണം, അതിനെ ഒരു ആവറേജ് നറിഷ്മെന്റ് എന്ന് പറയാം. ഒരു സാധാരണമായ ഭക്ഷണം കിട്ടി ഒരുവിധം ആരോഗ്യത്തെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഭക്ഷണം കിട്ടാത്തവരെയാണ് ഹങ്കർ ഇൻഡെക്സിന്റെ കണക്കിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ ഉൾപ്പെടുത്തിയ കണക്കിൽ 127 രാജ്യങ്ങളെ റാങ്ക് ചെയ്തിട്ട് നമ്മുടെ രാജ്യം 105-മതാണ് നിൽക്കുന്നത്. 105-മത്. നമുക്കിപ്പോഴും 195 മില്യൺ ആളുകൾ ഭക്ഷണമില്ലാത്തവരാണ്. ആവശ്യത്തിന് ഉള്ള ഭക്ഷണം അവർക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ ലഭിക്കാതാകുമ്പോൾ നമ്മൾ തീരുമാനിച്ചു, അങ്ങനെ പറയുമ്പോൾ ഒരു നാണക്കേടല്ലേ, ആ നാണക്കേട് തീർക്കാൻ നമ്മൾ അതിദരിദ്രർ, പരമദരിദ്രർ എന്ന പോലുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് കടന്നുപോയി. ഇന്ത്യ രാജ്യത്ത് പരമദരിദ്രരുടെ കണക്ക് താഴ്ന്നു വരുന്നു എന്നും അത് വെറും 75 മില്യണിൽ എത്തി എന്നും നമ്മൾ ഇന്ന് വലിയ മേനി നടിക്കുകയാണ്. അപ്പോഴും ഹങ്കർ ഇൻഡെക്സിനകത്ത് വരുന്ന സ്വാഭാവികമായി ഭക്ഷണം ലഭിക്കാത്തവർ 195 മില്യണാണുള്ളത്. 1 മില്യൺ എന്നത് 10 ലക്ഷമാണെന്നിരിക്കെ ഈ 195 മില്യൺ ആളുകളുടെ ഭക്ഷണം എവിടെ പോയി? എന്തു ചെയ്തു ആ ഭക്ഷണം? ആര് ചോദിക്കും ഈ ചോദ്യം? ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കാത്തിടത്തോളം നമുക്കകത്തെ വിശ്വാസം പൂർണ്ണമാവുന്നില്ല എന്ന ആധിയിലാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടി ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. അതിന് അധികാരികൾക്ക് ബാധ്യതയുണ്ട്. അതിന് സാമൂഹിക പ്രസ്ഥാനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിന് ഓരോ നാട്ടിലെയും പണമുള്ളവന് വലിയ ഉത്തരവാദിത്വമുണ്ട്. പണമില്ലാത്തവന് പ്രേരണ നൽകാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയുണ്ട്. ആ ബാധ്യതാ നിർവഹണത്തെ അതിനെക്കുറിച്ച് വേപതുകൊണ്ട് അതിനെക്കുറിച്ച് വീണ്ടും ആലോചിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ മുന്നോട്ട് പോകുന്നവർ അവർ പടിപടിയായി ഈ വിശ്വാസത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെ പിന്നിട്ട് കൊണ്ടുപോകും. അങ്ങനെയുള്ളവർ നമ്മൾ കാണുന്ന മശായിഖന്മാരെ പോലെയുള്ളവർ, അവർ ഇനിയും അതിനുവേണ്ടി അധ്വാനിക്കും. അവരുടെ സമയം മുഴുവൻ അതിന് വിനിയോഗിക്കും. അങ്ങനെ റിഫായി ഷെയ്ഖുമാർ ഉണ്ടാകും. അവർ കാലം മുഴുവൻ, ജീവിതം മുഴുവൻ പാവങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കും. എത്ര കൊടുത്താലും മതിയാവാത്ത വിധം അവർ മുന്നോട്ട് പോകും. അങ്ങനെ മനുഷ്യരെ മുഴുവൻ ചേർത്ത് പിടിക്കുന്ന ഏത് വിഭാഗം ആളുകളോടും യാതൊരുവിധ ഈർഷ്യയുമില്ലാത്ത ഡയലോഗിന്റെയും അണ്ടർസ്റ്റാൻഡിങ്ങിന്റെയും സംവാദത്തിന്റെയും തിരിച്ചറിവിന്റെയും വാതിലുകൾ തുറക്കുന്ന, അനാവശ്യമായ സംസാരങ്ങൾക്ക് പുറത്ത് നല്ല സംസാരങ്ങൾക്ക് വാതിൽ തുറക്കുന്ന ഭാവികൾ ഉണ്ടാവട്ടെ.